ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. നല്ല കോഴിക്കറി അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ വെളുത്ത് കിടക്കുന്ന കഷ്ണം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്, ബാക്കി നമ്മുടെ സാധാരണ ചിക്കൻ പീസും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ കറിയുടെ ആ ഒരു ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. കുറച്ച് സൗകര്യത്തിന് ഇളക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും വലിയ ഉരുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഈ 4 ഐറ്റംസ് നല്ലപോലെ ചോപ്പ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പച്ചമുളക് കഴിച്ചാലും പ്രശ്നമില്ല, വേപ്പിലയും നമ്മൾ അറിയാണ്ട് കഴിച്ചു പോകും, കാരണം ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുമ്പോൾ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചുവന്നുള്ളിയാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയും ഇട്ടെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് എടുക്കുന്നത് 4 സവാളയാണ്. അതും ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതും 2-3 അല്ലി, അതായത് 2-3 ഇതിൽ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇതേപോലെയാണ് അരിയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാധാരണ ഇപ്പോഴായിപ്പോയിട്ട് ഇങ്ങനത്തെ ചെറിയ രീതിക്ക് ചോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ സാധാരണ സ്ലൈസ് ചെയ്യണ പോലെയാണ് ഇതിലേക്ക് അരിഞ്ഞിടാറുള്ളത്. ഇനി നമുക്ക് സവാള വാടാനായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയാൽ മാത്രമേ അത് നല്ലപോലെ മുരിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ അധികം ഒഴിച്ചിട്ടില്ല, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ സവാള ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇത്രയും ഇട്ടെന്ന് പറഞ്ഞ് കളറൊന്നും കൂടാൻ പോണില്ല, ആവശ്യത്തിനുള്ളതേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുന്നത്. പിന്നെ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂണോളം പോയാലും പ്രശ്നമില്ല, കാരണം ചിക്കൻ ഒരു 2.5 കിലോത്തോളം ഉണ്ട്. പിന്നെ ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളമാണ് ഞാൻ ഗരം മസാല പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ 2 തക്കാളി സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും പച്ചമണം മാറി നല്ലപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വാടാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ട്, അതായത് അതിനടപ്പൻ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതേ നമ്മുടെ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലപോലെ ഇളക്കി പിടിപ്പിക്കാം. അപ്പം ഞാൻ ഇവിടെ മസാല എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതായത് ഇളക്കി നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും തിളച്ച് കഴിയുമ്പോഴേക്ക്. അപ്പോൾ കുറച്ചും കൂടി ചാറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് പച്ചവെള്ളം ഒഴിച്ചെടുക്കരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്ന് എനിക്കറിയാം. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് കൂടി ഇടാനുണ്ട്. അപ്പോൾ ഇതൊന്ന് പകുതി വെന്തിട്ട് വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാനായിട്ട്, അതല്ലെങ്കിൽ രണ്ടും കൂടി വെന്ത് കുഴഞ്ഞു പോകും. നമുക്കിതിലേക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനിതിൽ ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെന്താ പറയുക, പിന്നെ നല്ല സ്കിന്നോട് കൂടിയ ചിക്കൻ പീസ് ആയതുകൊണ്ട് കുറച്ച് കൊഴുപ്പ് കൂടുതലായിരിക്കും, കുറച്ച് നെയ്യിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇനി നേരത്തെ നമ്മൾ സവാളയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചിക്കൻ ആവശ്യമുള്ള 1 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കിനി ഇത്തിരി കൂടിപ്പോയാലും പ്രശ്നമില്ല, ഉരുളക്കിഴങ്ങും കൂടി ഇടാനുള്ളത് കൊണ്ട് അതിനെന്തായാലും ഉപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കണക്കിന് ആ ഒരു ഉപ്പിച്ച് ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോരെങ്കിൽ അവസാനം ഒന്നും കൂടി ഇട്ട് കൊടുക്കാം, എന്നാലും കൂടിപ്പോകാൻ വരരുതല്ലോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പണിയൊപ്പിക്കാൻ നടക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം എപ്പോഴും കുറച്ചിട്ട് ശ്രമിക്കുക. അതല്ല, കൈ കണക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി.
അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ പകുതി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വൈകാണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് കൂടി പോകരുത്, ഇതിപ്പോൾ കൂടിയിട്ടൊന്നുമില്ല, കറിക്ക് ആവശ്യമുള്ള രീതിക്കാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളത്. വേറെ ഒന്നുമല്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് പൊതുവെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ ചിക്കൻ കറിയിലേക്ക് അതുപോലെ ബീഫ് കറിയിലേക്ക് ഇട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, അവൻ്റെ എല്ലാ ടേസ്റ്റും പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും ഉരുളക്കിഴങ്ങ് തിന്നാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇട്ടാണ്. പിന്നെ കുറേ നാളായി ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി കറി വെച്ചിട്ട്, പിന്നെ ഞാൻ ചെയ്തപ്പോൾ അതൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം, എരിവ് നോക്കാം, മസാലയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലേക്ക് ഓപ്ഷണലാണ്. പിന്നെ ഞാനൊരു ചെറിയ പുതിനയിലിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പുതിനയിലിട്ടിട്ട് എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാവുന്നതാണ്. മല്ലിയില പിന്നെയും കുഴപ്പമില്ല, എന്നാലും കൂടിപ്പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ ആകെ നമുക്കൊരു മട്ടിപ്പായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇതുവരെ ചിക്കൻ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഏത് ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.